നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. മാനലോ മാർക്കസ് എന്ന സ്പാനിഷ് പരിശീലകന്റെ കീഴിൽ മികച്ച ഫോമിൽ തോൽവിയറിയാതെ മുന്നേറുന്ന FC ഗോവ തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ മാച്ച് വീക്ക് 10 സമാപനം കുറിക്കുമ്പോഴും ഒന്നാം സ്ഥാനത്തെങ്കിൽ ഇനി നേരിടാനുള്ളത് കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെയാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെ എന്തൊക്കെ ഒരുക്കങ്ങളാവും മാനലോ മാർക്കസ് ഒരുക്കുക എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്നാൽ AFC ഏഷ്യ കപ്പിനായി ഇന്ത്യൻ സൂപ്പർ ലീഗ് പിരിയുമ്പോൾ ആരാധകർക്ക് മുന്നിൽ കലിംഗ സൂപ്പർ കപ്പിന്റെ രൂപത്തിൽ സൂപ്പർ കപ്പ് എത്തും എന്ന ആവേശത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഒന്നാകെ. 12 ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമുകളും 4 ഐ ലീഗ് ക്ലബ്ബുകളും ഉൾപ്പെടെ 16 ടീമുകൾ 4 ഗ്രൂപ്പുകളിലായി മത്സരിക്കുന്ന സൂപ്പർ കപ്പിന്റെ ഗ്രൂപ്പുകൾ പുറത്തു വന്നപ്പോൾ മരണ ഗ്രൂപ്പായി വിശേഷിപ്പിക്കാവുന്ന ഗ്രൂപ്പ് ഡിയിലാണ് നാട്ടുകാരായ ഒഡീഷ FCയും FC ഗോവയും ബംഗളൂരു FCയും. നിലവിലെ ഏറ്റവും മികച്ച 2 പരിശീലകർക്ക് കീഴിൽ മിന്നും ഫോമിൽ തന്നെ പന്ത് തട്ടുന്ന FC ഗോവയും ഒഡീഷ FCയും നേർക്കുനേർ വരുമ്പോൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ മാത്രമേ നോക്കൌട്ട് യോഗ്യത ഉറപ്പിക്കൂ എന്നിടത്ത് മത്സരം കട്ടുകട്ടിയാവും. AFC സ്ലോട്ട് കൂടി ഓഫർ ചെയ്യുന്നതിനാൽ ഇത്തവണ ഓരോ ടീമുകളും മികച്ച പ്രാധാന്യത്തോടെ തന്നെയാവും സൂപ്പർ കപ്പിനെ സമീപിക്കുക എന്നതിനാൽ സൂപ്പർ കപ്പ് ഇത്തവണ സൂപ്പറാവും എന്നതിലും സംശയമേ വേണ്ട. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഈസ്റ്റ് ബംഗാൾ FCയും ഹൈദരാബാദ് FCയും ഗ്രൂപ്പ് എയിൽ വന്നതോടെ ഡെർബി ആവേശവും ഓഫർ ചെയ്യുന്നു ഇത്തവണത്തെ സൂപ്പർ കപ്പ്. കേരള ബ്ലാസ്റ്റേഴ്സ് FC, ജാംഷഡ്പൂർ FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC എന്നിവർ ഗ്രൂപ്പ് ബിയിൽ വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ അല്പം കൂടി എളുപ്പമാവുമെന്നതിനാൽ ഒരു കിരീടം എന്ന മോഹത്തിലേക്ക് പാഞ്ഞെടുക്കാൻ തന്നെയാവും ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമം. മുംബൈ സിറ്റി FC, ചെന്നൈയിൻ FC, പഞ്ചാബ് FC എന്നിവർ ഉൾക്കൊള്ളുന്ന ഗ്രൂപ്പ് സിയിൽ മുംബൈ സിറ്റി FCക്ക് തന്നെയാവും മുൻതൂക്കമെങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മോശം ഫോമിന് പകരമായി സൂപ്പർ കപ്പിൽ ഫോം കണ്ടെത്താനുള്ള തന്ത്രങ്ങൾ തന്നെയാവും ചെന്നൈയിൻ FCക്കായി ഒവൻ കോയൽ പയറ്റുക. എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ആവേശത്തിൻ്റെ ബ്രേക്ക് സൂപ്പർ കപ്പിൻ്റെ ആവേശത്തിൽ മറികടക്കാനാവും ഓരോ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കും.